ഹലോ ഹായ്. അബുലീസാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതായത് നമുക്ക് ദുഃഖം വരും, സന്തോഷവും വരും. ദുഃഖം വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ സന്തോഷം വന്നു കഴിഞ്ഞ് സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താക്കും, ആ ദുഃഖത്തിനെയും മറക്കും, ദുഃഖം വന്ന അവസ്ഥയും മറക്കും. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം വരണം എന്താ, ഒരു ദുഃഖത്തിന്റെ ത്യാഗ അവസ്ഥ കഴിഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം വരും. ചില ആളുകൾ ദൈവത്തിലേക്ക്, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ അടുക്കല് ദുഃഖം വരുമ്പോൾ മാത്രം. നല്ല സന്തോഷം വരുന്ന സമയത്ത് എന്താക്കണം, പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ എത്തണം. അതായത് സ്മരണ ഉണ്ടാവണം. കാരണം പടച്ച തമ്പുരാനെ നമ്മൾ കാണില്ലെങ്കിലും പടച്ച തമ്പുരാന് നമ്മളെ കണ്ടുകൊണ്ടേ നിൽക്കുന്നുണ്ടെന്നുള്ള ചിന്താഗതി ഉണ്ടാവണം. ആ ചിന്താഗതിയിലാണ് അനുഭൂതി ഉണ്ടാവുക. കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പഠിച്ചോനെ എനിക്ക് അത് തരണോ ഇത് തരണോ, അല്ലെങ്കിൽ ആവശ്യങ്ങളുണ്ട്. ചില ആവശ്യങ്ങൾ നമുക്ക് നൽകാത്തത് എന്താണെന്നറിയും. പണ്ട് ചെറുപ്പത്തിൽ നമ്മളെ വീട്ടില് നമ്മളെ വല്യമ്മ കത്തി കൊണ്ട് അടക്ക മുറിക്കും. ആ കത്തി തന്നെ എന്താക്കും, ഉമ്മ തക്കാളി കട്ട് ചെയ്യും. ആ കത്തി നമ്മൾ ചെറു പ്രായത്തിലാകുമ്പോൾ നമ്മളെ കയ്യിൽ ആ കത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മ എന്താക്കും, വേഗം വാങ്ങും. എന്തുകൊണ്ടാ, നമ്മളെ നെഞ്ഞിലോ കയ്യിലോ തട്ടുന്നുള്ള ഭയം കൊണ്ട്. എന്ന മാതിരി ചില ദുനിയാവ് നമ്മൾ ചോദിക്കും, പഠിച്ച തമ്പുരാനോട്, ദൈവത്തിനോട് നമ്മൾ ചോദിക്കും, പക്ഷെ കിട്ടില്ല. എത്രയോ പ്രാവശ്യം ചോദിക്കും, അപ്പോഴൊന്നും കിട്ടൂല. ആ ചെറിയ കുട്ടിയുടെ പ്രായപക്വത ഉണ്ട് സമയത്തിന്. നമുക്ക് ചിലപ്പോൾ പ്രായങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് പക്വത എത്തിയിട്ടുണ്ടാവില്ല, സമയത്തിന്റെ പക്വത എത്തിയിട്ടുണ്ടാവും. അത് ആർക്കേ അറിയുള്ളൂ, നമ്മളെ സൃഷ്ടിച്ച പഠിച്ച തമ്പുരാനെ അറിയുള്ളൂ നമുക്ക് എത്തിക്കണോ ഇല്ലയെന്ന്. കാരണം ആ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അഹങ്കാരം വരും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ചില ആളുകൾക്ക് ചില സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്ഥിതി വരില്ല. ചില ആളുകൾ അതുകൊണ്ട് നല്ല ആളായി നിൽക്കുന്ന ആൾ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും, മോശമായ അവസ്ഥയിലേക്ക് മാറിപ്പോകും. ആ സമയം അവനിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എന്താവും, അവനിലേക്ക് വന്നെത്തിപ്പെടുക തന്നെ ചെയ്യും.